CPM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിക്കാൻ ഇന്നലെ ചേർന്ന CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായി. ശൈലജ ടീച്ചർ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിച്ച മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജാണ് മത്സരിക്കുന്നത്. കുറച്ച് സീറ്റുകളിൽ ടേം വ്യവസ്ഥയിൽ ഇളവില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം മട്ടന്നൂരിലും സ്പീക്കർ AN ഷംസീർ വിജയിച്ച തലശ്ശേരിയിലും ഭംഗിയായി നടപ്പാക്കി. തലശ്ശേരിയിൽ AN ഷംസീറിന് പകരം കാരായി രാജനാണ് മത്സരിക്കുന്നത്. 2006 കോൺഗ്രസ് സിറ്റിംഗ് MLA AD മുസ്തഫയെ 9099 വോട്ടിന് തോൽപ്പിച്ചായിരുന്നു ശൈലജയുടെ പേരാവൂരിലെ വിജയം. 2011 സിറ്റിംഗ് MLA ആയിരുന്ന ശൈലജയെ തോൽപ്പിച്ചാണ് നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആദ്യമായി നിയമസഭയിലെത്തിയത്. തുടർന്ന് 2016 21 സണ്ണി ജോസഫ് മണ്ഡലം നിലനിർത്തി. KPCC പ്രസിഡന്റായ ശേഷവും പേരാവൂർ മണ്ഡലത്തിൽ നിറസാന്നിധ്യമാണ് സണ്ണി ജോസഫ്. ഇരിക്കൂർ പോലെ ക്രിസ്ത്യൻ കുടിയേറ്റ കർഷകർക്ക് ഭൂരിപക്ഷമുള്ള പേരാവൂരും പൊതുവെ UDF അനുകൂല മണ്ഡലമാണ്. സണ്ണി ജോസഫിൽ നിന്ന് സീറ്റ് തിരിച്ചുപിടിക്കാമെന്ന പേരിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിയോഗിക്കുന്നത് ശൈലജയെ ഒതുക്കാനുള്ള പാർട്ടി നേതൃത്വത്തിലെ ചിലരുടെ തന്ത്രമായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ തോറ്റ ശേഷം വീണ്ടും ക്ലേശകരമായ ഒരു മണ്ഡലത്തിൽ ശൈലജയെ നിയോഗിച്ചത് അണികളിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും ശൈലജയെ മണ്ഡലം പിടിക്കാൻ നിയോഗിക്കുമ്പോൾ അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്രത്തോളം ഫലവത്താകുമെന്ന ചിന്തയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. പേരാവൂരിൽ LDF സ്ഥാനാർത്ഥി ആരായാലും ജയിക്കും എന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. മട്ടന്നൂരിൽ നിന്ന് ഒഴിവാക്കിയതിനുള്ള അതൃപ്തിയിലാണ് ശൈലജ ടീച്ചർ അത് പറഞ്ഞത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തപ്പോൾ തന്നെ ഒറ്റപ്പെടുത്തി നിർത്തുന്നത് എന്തിനാണെന്ന് ശൈലജ ടീച്ചർ വികാരഭരിതയായി ചോദിച്ചതായാണ് വിവരം. 2 തവണ മത്സരിച്ചവർ പാർട്ടിയിൽ ഉൾപ്പെടുമ്പോൾ തന്നെ ഒഴിവാക്കിയത് എന്തിനെന്നും ചോദിക്കുന്നു. തുടർന്നാണ് പേരാവൂർ സമ്മതമാണെങ്കിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടത്. പാർട്ടി ജനറൽ സെക്രട്ടറിയായ MA ബേബി ഈ വിഷയങ്ങളിൽ ഇടപെടാത്തതും ചർച്ചയായിട്ടുണ്ട്. തനിക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് മുൻ മന്ത്രി G സുധാകരൻ MA ബേബിയോട് പറഞ്ഞിരുന്നു. പക്ഷേ അതിലും ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ MA ബേബി ഇടപെട്ടതായി വിവരമില്ല. അതേസമയം തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ PK ശ്യാമളയാണ് മത്സരിക്കുന്നത്. ആന്തൂർ നഗരസഭ മുൻ ചെയർപേഴ്സണാണ് ശ്യാമള. വിവാദം നിലനിൽക്കുന്ന പയ്യന്നൂരിൽ TI മധുസൂദനൻ വീണ്ടും മത്സരിക്കും. കല്യാശ്ശേരിയിൽ M വിജയനും ധർമ്മടത്തും മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ്ടും ജനവിധി തേടും.